ക്യാമ്പയിന്റെ പ്രാധാന്യം നിലനിൽക്കുന്നത്. നമുക്കറിയാം, തൊട്ട് അടുത്ത ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ. അവിടുത്തെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, മറ്റു പല രാജ്യങ്ങളിലും നടക്കുന്ന മനുഷ്യാവകാശ ദംശനങ്ങൾക്കെതിരെ ഏറ്റവും ആദ്യം പ്രതികരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം, അല്ലേ? ഈ അടുത്ത കാലത്തായി നമ്മുടെ കോഴിക്കോട് കണ്ട ഏറ്റവും വലിയ ക്യാമ്പയിൻ എന്തായിരുന്നു? പാലസ്തീൻ ഐക്യദാർഢ്യ റാലികളാണ്. രാവിലെ തൊട്ട് പുലരുവോളം നമ്മൾ റാലികൾ കണ്ടു. വ്യത്യസ്ത സംഘടനകൾ കേരളത്തിൽ ഇന്നും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ബംഗ്ലാദേശിന് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ, ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ, ആ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിലെ പുരോഗമനവാദികൾ പ്രതികരിക്കുന്നില്ല, സാംസ്കാരിക നായകന്മാർ പ്രതികരിക്കുന്നില്ല, മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം ഈ തരുണത്തിൽ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാനമാണ് കേരളം. മനുഷ്യാവകാശ ദംശനം നമുക്ക് അവിടത്തെയൊക്കെ മനുഷ്യ ദിവസമായിട്ട് നാവടക്കിയതായിട്ട് നമുക്കാർക്കും അറിയില്ല. വിജയം പ്രാപിച്ചത് ഇന്ത്യ എന്ന മഹത്തായ നമ്മൾ ആവർത്തിച്ച് സമൂഹത്തിന് മുമ്പാകെ വെക്കുന്നത് രാജ്യമാണ് പ്രധാനം. ആ പ്രതിജ്ഞ ഒരുക്കിക്കൊണ്ടാണ് ഇപ്പൊ ഓരോ വീട്ടിലും ഓരോ വൈഭവത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ മനോഭൂമി വിദ്യാഭാരതത്തിന്റെ പ്രതിഫലനമായി നടത്തി വീണ്ടെടുക്കപ്പെട്ട ഭാരതത്തെ സൂചിപ്പിക്കും. രാഷ്ട്രീയ